ഫസ്റ്റത്തെ ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ പൗച്ചൊക്കെ ഉണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കരുതി ഇന്നത്തെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ള ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാണ്. അപ്പം സ്കൂളിൽ പോയിട്ട് വന്ന് കിട്ടിയ ഹോംവർക്കും അപ്പം ഇതൊക്കെ പഠിപ്പിച്ചുള്ള വിഷയമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കരുതി. ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ഇങ്ങനെ പുസ്തകത്തിൻ്റെ സൈഡിൽ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഡെയിലി പ്ലാനറുണ്ട്. ഞാൻ ഇവിടെ ഫുൾ എഴുതി ജസ്റ്റ് ഓക്കെ നിങ്ങൾക്കിവിടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ചും കൂടെ കണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഭാഷയൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ ടൈം ടേബിളിന് വേണ്ടിയൊക്കെ ഇങ്ങനെ എഴുതി സ്പേസൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം കുറേ ഉണ്ട് ഇന്നത്തെ ഹോംവർക്ക്. എന്നുവെച്ചാൽ ഒരു ജൂൺ 7th or 8th ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇത്രയും ഹോംവർക്ക് എഴുതാൻ. ഇത് ഫുൾ എനിക്ക് ചെയ്യാൻ കിടക്കുന്നത് ഫസ്റ്റ് കൊണ്ടുവച്ച് ബാക്കി ഫുള്ളും ചെയ്യാൻ കിടക്കുന്ന ഹോംവർക്കാണ്. അതൊക്കെ ഇവിടെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു എൻ്റെ ഈ പൗച്ചൊന്ന് കാണിച്ചു തരാമോ എന്ന്. നിങ്ങളെ കാണിക്കാൻ ഇന്ന് ഇരുന്നിടേ തന്നെ അതെ എൻ്റെ സിബിന് ചെറിയ മൊബൈലിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സിബിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് മാറ്റാട്ട്. അത് ഇനിയും അതിൻ്റെ ബാക്കിയെല്ലാം പൗച്ചിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കൈസ്റ്റാൻഡ് ആഫ്റ്റർ ഞാൻ അത് ഓപ്പൺ ചെയ്തു. നല്ല സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ പൗച്ചൊക്കെ ഇങ്ങനെ തന്നെ ഗൈസ് ഇത് കണ്ടോ. എന്തോ ബ്ലൂ എന്നൊക്കെ കിടക്കുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ പകുതി സിബിൻ്റെ. ഇത് XMO MXO W ഇത് എങ്ങനെ വായിക്കുന്നേക്കല്ലേ ഗൈസ്. WX എന്നാണോ വായിക്കേണ്ടത്? കാരണം രണ്ടും തിരിച്ചിട്ട WX എന്ന് വായിക്കണോ ഞാൻ XM എന്ന് വായിക്കണോ ഞാൻ എനിക്കറിയില്ല. എൻ്റെ പൗച്ചിലത്തെ ഒരു സാധനമാണ്. പിന്നെ ഇവിടെ ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് എഴുതി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് റേറ്റ് 260 അങ്ങനെ 261 അല്ല 100 അങ്ങനെ സംതിങ് എന്താണ്. ഇത് ഇന്ന് പൊട്ടിപ്പോതാ ഗൈസ്. ഇന്ന് ക്ലാസ്സിൽ നിന്ന് സിബും പൊട്ടി, റേസറിൻ്റെ ഇതും പൊട്ടി, മുഴുവൻ പൊട്ടി. ഞാനിത് ഫുള്ള് നീറ്റാക്കി വെച്ചേക്കാം. എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുറന്നു കുറച്ച് നീറ്റാക്കി വയ്ക്കാം. എന്നാലും നാളെ പോകേണ്ടതല്ല. എൻ്റെ പേന കുറച്ച് ഇതെല്ലാം തീരാനായി. 3-4 ഉണ്ടെങ്കിലും എല്ലാം തീരാനായി. ഇത്ര ഉണ്ടോ? ഞാനിതൊക്കെ എപ്പോഴാണ് കാണുന്നത്. ഇത് തീർന്നു ഗൈസ്. ഉള്ള എല്ലാ സാധനവും പുറത്തേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞത്. ഇപ്പം എൻ്റെ വോയിസിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അവിടെ ആകെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ സ്റ്റിക്കി നോട്ടാണ് കുറച്ചുള്ളത്. തീരുന്ന കേസ് എനിക്കൊന്നും 5ാം ക്ലാസ്സിലെ സ്റ്റിക്കി നോട്ടാണ്. 5ാം ക്ലാസ്സിലാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. അത് 6ൽ. ഇത് റബ്ബറിൻ്റെ കയ്യിൽ കുറേ കാണും ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്. എൻ്റെ ചേച്ചിമാരൊക്കെ ഇപ്പം ജോലിക്കാരായി. അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള റബ്ബർ അവർ സൂക്ഷിച്ച് വെച്ചു. അതിപ്പോൾ എനിക്ക് എന്താണ് റബ്ബർ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് തന്നു. അപ്പം അതിനകത്ത് റബ്ബറാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണിത്. ശരി റബ്ബർ. ഈ റബ്ബർ എന്തിനാണെന്ന് അറിയോ? ഇതിൻ്റെ ബാക്ക് വൃത്തി. ഇത് എപ്പോഴും ഡേർട്ടാകും ഗൈസ്. ഭയങ്കരമായിട്ടും പൊടിയും ഉണ്ടാകും. പക്ഷെ പുറക്കൊണ്ടാരും കാണത്തൊന്നുമില്ല. അവിടെ അത് തൂത്ത് വൃത്തിയാക്കാനുള്ളതാണ്. ഇന്നും തൂത്തതാണ്. ഇത് ഇപ്പോൾ ഇത്രയും ചെറുതായിപ്പോയി അങ്ങനെ അത്. പിന്നെ ഇതിങ്ങനെ ഒരു ലോക്കറ്റ് പോലെ സാധനമുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും അങ്ങനെയൊക്കെ. ഇത് ഇതിൻ്റെ പിന്നൊരു കഥ ഗൈസ്. ഇത് ആക്സിൻ്റെ ബോർഡിലാണ്. ഇത് കുഞ്ഞു ബോർഡല്ല, അവൻ കാണാൻ ക്യൂട്ടാണല്ലോ. അതുകൊണ്ട് ആക്സ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതിനകത്ത് ഫുഡ് കളർ ഉണ്ടായിരുന്നു ഇവിടെ ഇരിപ്പണം. അതങ്ങ് ചേർത്തും. ഇത് രണ്ട് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ നിറം പോലല്ല ശരിക്കും. എൻ്റെ സ്കെച്ചിൻ്റെയോ ഫാബ്രിക് പെയിൻ്റോ അക്രിലിക് കളറോ അങ്ങനെയെല്ലാം മിക്സ് ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒന്നുമില്ല. പിന്നെ പേനയാണ് സ്വർണ്ണത്തിന്. ഇതിന് മാത്രം ക്യാപ്പ് ഇല്ലാത്തത്. ഇത് 3 ക്യാപ്പുള്ളത്. 3 പേനേ ഉള്ളത് ദൈവമാണ്. പിന്നെ ഇത് 2 പെൻസിൽ. ഞാൻ അപ്സൈഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഈ അപ്സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പൊട്ടിപ്പോയി കേസ്. നമുക്കിനി ഇത് കളയാം കേസ്. കാരണം പൊട്ടിപ്പോയി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മറ്റൊരു റബ്ബർ, സ്കെയില്, കട്ടർ. ഇത് ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ മേടിച്ച റബ്ബറാണ്. ഇതിൻ്റെ 10ൻ്റെ വലുത് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് മിനി ഇറേസർ. 5 രൂപയുള്ളൂ കേട്ടോ. ഇത് ഞാൻ കടയിൽ ഫോണിൽ നിന്നല്ല ഓൺലൈനിൽ നിന്നല്ല മേടിച്ചത്. 5 രൂപ. അങ്ങനെ 5 രൂപയുടെ പണിയിരുന്നു. ഇതാണ് കേസാണ്. ഞാൻ ഇതുവരെ അത് കൈ കിട്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതെൻ്റെ കസിൻ്റെ അവൻ്റെന്ന് വെച്ചാൽ ഇവിടെ നടുക്ക് ബ്ലൂ ആണ്. ഇത് ഗ്രീൻ പോലത്തെ കളറാണ്. ക്യാമറ കാണാൻ സെയിം കളറാണ്. ഇതൊരു ബ്ലൂ ആണ് അവൻ്റെ. എൻ്റെ പുറകിലൊരു യെല്ലോ അങ്ങനെയാണ്. ഞാൻ എൻ്റെ പൗച്ചിനോട് ചേരുന്ന കളർ ഇതായിരുന്നു. മഞ്ഞൊന്നും എൻ്റെ പൗച്ചിന് ചേരത്തില്ല. ഇതെടുത്ത് നല്ല രസമാണ് ഗൈസ്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് റിമൂവ് ആവും എന്ത് ടെസ്റ്റ് ഉണ്ടെങ്കിലും. ഇനി ഇവരെ ഫുൾ കയറ്റി വെക്കണം ഗൈസ്. അത് നല്ലൊരു പണിയാണ് ഗൈസ്. അങ്ങനത്തെ ഉണ്ട് പൗച്ചെല്ലാം ഞാൻ പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരിനി ക്ലോസ് ചെയ്ത് തരിക. ഇതാണ് എൻ്റെ മലയാളത്തിൻ്റെ നോട്ട്. ഇന്ന് മലയാളം ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടായിരുന്നു. അപ്പം നിങ്ങളെങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടില്ല. ഞങ്ങൾക്കിപ്പം 2 ടെസ്റ്റ് പേപ്പർ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് ഗൈസ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പെട്ടെന്നാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടൻറ്റ് ഇല്ല ജസ്റ്റ് പൗച്ച് കാണിക്കുന്ന കണ്ടൻറ്റ് ആയിരുന്നു പറയാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇത് ഞാൻ ശരിക്കും ഒട്ടിച്ച സ്റ്റിക്കറാട്ടോ, ഇതിലുള്ളതല്ല.
അപ്പോൾ എന്തെങ്കിലും എൻ്റെ വ്ളോഗ് കാണിക്കണ്ടേലോ എന്നോർത്ത് ജസ്റ്റ് എടുത്തൊരു വ്ളോഗ് നിങ്ങളെ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.